സർഫസ് ഏരിയയുടെ കാര്യമാണ് പറയുന്നത്. സ്പിയർ പഠിക്കാം നമുക്ക്. ഓക്കെ എൽമിയ, സ്പിയർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളെ സ്പിയർ. എന്താ സംഭവം എന്നറിയാമല്ലോ, ഒരു ബോള് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ആകെ ഒരു റേഡിയസ് എന്ന് പറഞ്ഞ ആൾ മാത്രമേ ഉള്ളൂ ഇവിടെ, ഹൈറ്റ് എന്ന് പറഞ്ഞ ആളൊന്നും ഇല്ല ഇവിടെ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഏരിയ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ മതി, കേർവ്ഡ് എന്നൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലേ? ശരിയല്ലേ? സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ അറിയാമോ ഫോർമുല? സർഫസ് ഏരിയ അതെ 4πr² ആണ്, പഠിച്ചു വെച്ചോട്ടോ. സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ 4πr² ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഓക്കെ, അടുത്തത് ഇനി ഹെമിസ്പിയർ. ക്വസ്റ്റ്യൻസ് ഇതെല്ലാവരും കൂടി മിക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കാം, എന്നിട്ടാണ് പ്രോബ്ലത്തിലോട്ട് പോകുന്നത്. ഹെമിസ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിയറിൻ്റെ പകുതിയാണ്, അല്ലേ എൽമിയ? ഇതെങ്ങനെ വരും? ഇതാണ് ഹെമിസ്പിയർ. ഇവിടെയും റേഡിയസ് മാത്രമേ ഉള്ളൂ, ഹൈറ്റ് എന്ന് പറഞ്ഞതൊന്നും ഇവിടെ വരുന്നില്ല. റേഡിയസ്, ഓക്കെ, റേഡിയസ് ഒരു സ്പിയറിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഏരിയാസ് കാണാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കിളിൻ്റെ ഏരിയ വരുന്നുണ്ട്, അല്ലേ? ശരിയല്ലേ? സർക്കിളിൻ്റെ ഏരിയ അത് πr² ആണ് നമുക്കറിയാം, അല്ലേ? എൽമിയയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഏരിയ ഇങ്ങനെ വരയ്ക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, πr² ആണ്. പിന്നെ വരുന്ന ഏരിയ ഏതാണെന്ന് വെച്ചാൽ താഴത്തെ ഏരിയ, അല്ലേ? ശരിയല്ലേ? അത് നമുക്ക് കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് വിളിക്കാം, ശരിയല്ലേ? അത് എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ ഏരിയയുടെ പകുതിയാണ് ഈ കേർവ്ഡ് സർഫസ് ഏരിയ, ശരിയല്ലേ? ആ 2πr² വരും. CS ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്, അതുകൊണ്ട് ബോക്സുള്ളിലിടുന്നു. പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ എൽമിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഏരിയകളും ആഡ് ചെയ്യണം, അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2πr² πr² ആഡ് ചെയ്യുമ്പോൾ 3πr² ആണ് ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ ക്ലിയർ?